പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി. അത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഏതു പാളിയിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% അടങ്ങിയിരിക്കുന്നത്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിൻ്റെ കാരണം എന്ത്? യൂറോക്രോം. നർമ്മദ, താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ്? അറബിക്കടൽ. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏതാണ്? സിംപ്സൺ. ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 5 ലിറ്റർ. കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? മീൻ. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം ഏതാണ്? യുറേനിയം 235. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. ഇന്ത്യയിലെ ഏറ്റവും വലിയ വനപ്രദേശം ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-17. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏതാണ്? മഹോദയപുരം. സ്ഫടികമണലിൻ്റെ സമ്പന്ന നിമിഷങ്ങളുള്ളത് എവിടെയെല്ലാമാണ്? ആലപ്പുഴ ചേർത്തല മേഖലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയരമേറിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇപ്പം ഈ കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 8611. ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? 82.5 ഡിഗ്രി കിഴക്ക് ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി കിഴക്കാണ്. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ജാർഖണ്ഡും പശ്ചിമ ബംഗാളും ആണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ്? 1907. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമേത്? കവരത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയത്? ആർട്ടിക്കിൾ 17. ഇന്ത്യയിലെ പ്രധാന ഖനന കേന്ദ്രം ഏത്? മുംബൈ ഹൈയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാനപ്പെട്ട മേഖലകളാണ് കൃഷിയും ജലസേചനവും. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 1993. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ആവശ്യമേതാണ്? ജീവിക്കാനുള്ള അവകാശം. വിവര സാങ്കേതിക നിയമം പാസാക്കിയത് എപ്പോഴാണ്? 2000. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? ഗാർഹിക പീഡന നിരോധന നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്നാണ്? ഏതാണ്? ചമ്പാരനാണ്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് നടത്തിയ പ്രസ്താവനയാണിത്. 1957 ലോകസഭയിൽ നടത്തിയ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? അത് ചേരിചേരാ നയമാണ്. 1985 പ്രാദേശിക സഹകരണത്തിനുള്ള ദക്ഷിണേന്ത്യൻ സംഘടന സ്ഥാപിതമായത്. ഇതിൻ്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഇന്ത്യയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നും കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അത് ക്രിപ്സ് മിഷനാണ്. ക്രിപ്സ് മിഷനെയാണ്. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ആചാര്യ വിനോബ ഭാവെ.